എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ ഉള്ള സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് ഈ വീഡിയോയിൽ കൂടെ സംസാരിക്കുവാൻ ദൈവം എനിക്കൊരവസരം തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ ഇന്ന് വരുന്നത്. അത്ര എളുപ്പമല്ല എല്ലാവർക്കും അത് മനസ്സിലാകാൻ എന്ന് എനിക്കറിയാം. ആ വിഷയത്തിൻ്റെ കാര്യം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് ശാസ്ത്രം? ആരാണ് ദൈവം? എന്തുവാണ് ശാസ്ത്രവും ദൈവവും തമ്മിലുള്ള ബന്ധം? അതിനെക്കുറിച്ച് കുറച്ച് മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞു തീരുമാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. പക്ഷേ കുറേ പേരുടെയെങ്കിലും സത്യത്തെ സ്നേഹിക്കുകയും സത്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനെ തേടി നടക്കുകയൊക്കെ ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ ഇടയിൽ കാണും. അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് തീർച്ചയായിട്ടും ഇടയാകുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. എന്താണ് ശാസ്ത്രം? പലരും പറയുന്നത് കേട്ട് അതിനെക്കുറിച്ച് ദൈവം ഒരു വെളിപ്പാട് തന്നിട്ടുള്ളത് കൊണ്ട് ആയിരിക്കാം, അഹങ്കാരം കൊണ്ടായിരിക്കാം, ഞാൻ ചിരിക്കും. പാവം, അവർക്കിത് അറിയാതെ പോയല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നും. ശാസ്ത്രമുണ്ടല്ലോ, ദൈവം വേണ്ട എന്നൊക്കെ ഘോരഘോരം പറയുന്നത് കേൾക്കുമ്പോൾ പാവം, എനിക്കെന്തോ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ നോക്കുന്ന പോലെ ഞാൻ ആ വ്യക്തിയെ ശ്രദ്ധിക്കും. കാരണം അവർക്ക് സത്യത്തെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ എന്നുള്ളതാണ് സത്യം. എന്താണ് ശാസ്ത്രം? ആ ശാസ്ത്രവും ദൈവമായിട്ട് എന്താണ് ബന്ധം? പെട്ടെന്ന് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഒരു കാര്യം സൃഷ്ടിക്കുമ്പോൾ ദൈവം മനുഷ്യൻ സൃഷ്ടിക്കുന്നവരല്ല സൃഷ്ടിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, മറ്റേതൊക്കെയോ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പലരും, അല്ല മനുഷ്യൻ, ഈ ലോകത്ത് ഇന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചത്. എന്നാൽ ദൈവം സർവശക്തനായതുകൊണ്ടും സർവവ്യാപിയും സർവജ്ഞാനിയുമായതുകൊണ്ട് ദൈവം ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടല്ല ഒന്നും സൃഷ്ടിക്കുന്നത്. തിരിച്ച് ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് ദൈവം ശാസ്ത്രത്തെ, അതിന് ദൈവം എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ശാസ്ത്രത്തെ ദൈവം ഉണ്ടാക്കും. ശാസ്ത്രത്തെ ഉണ്ടാക്കിയ ശേഷം ആ ശാസ്ത്രത്തിനനുസരിച്ചാണ് ദൈവം സകലത സൃഷ്ടിക്കുന്നത്. അതാണ് ദൈവം മനുഷ്യൻ തമ്മിലുള്ള വ്യത്യാസം. ദൈവം സർവശക്തനായതുകൊണ്ടും സർവജ്ഞാനിയായതുകൊണ്ടും സർവവ്യാപി ആയതുകൊണ്ടും മനുഷ്യർ കാണുവാൻ കഴിയാത്തവനായതുകൊണ്ടും ദൈവത്തിന് ഇതൊരു വിഷയമേ അല്ല. പറഞ്ഞാൽ തീരാത്തൊരു വിഷയമാണ്. അത് വേദപുസ്തകത്തിൽ തന്നെ നിങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ യഹോവ എന്ന് പറയുന്നത്, ഞാൻ യഹോവ എന്ന് വായിക്കുമ്പോൾ അത് യേശുവിൻ്റെ പഴയ നിയമത്തിലെ പേരാണ്. അതായത് യേശു മനുഷ്യനായിട്ട് ഇറങ്ങി വരുന്നതിന് മുമ്പ് ദൈവമായി ആയിരുന്നപ്പോൾ താനെന്നും ദൈവം തന്നെയാണ്, മനുഷ്യനായി വന്നപ്പോഴും ദൈവം തന്നെയാണ്. എന്നാൽ അത് മനുഷ്യർക്ക് വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവമായി ദൈവത്തിൻ്റെ കസേരയിലിരുന്ന, സിംഹാസനത്തിലിരുന്ന സമയത്തുള്ള പേരാണ് യഹോവ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 8ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. അതിൻ്റെ 22ാം വാക്യം, യഹോവ, അതായത് യേശു, പണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. അതായത് ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം എന്നെ ഉളവാക്കി. ഈ ഞാനെന്ന് പറഞ്ഞാൽ ആരാണെന്ന് അതിൻ്റെ 8ാമത്തെ വാക്യം, അതിൻ്റെ 8ാമത്തെ അധ്യായം അതിൻ്റെ 1ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു.
ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിയായവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? പിന്നെ അതിൻ്റെ 12ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിക്കുന്നു, ജ്ഞാനം എന്ന ഞാൻ സൂക്ഷ്മ ബുദ്ധിയെ എൻ്റെ പാർപ്പിടമാക്കുന്നു, പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ പേരാണ് ജ്ഞാനം. ജ്ഞാനമെന്ന് പറഞ്ഞാൽ ശരിക്കും അത് വിസ്ഡമാണെങ്കിലും അറിവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവം തൻ്റെ വഴിയുടെ ആരംഭമായി, തൻ്റെ പ്രവൃത്തികളുടെ ആരംഭമായി, അതായത് ദൈവം സൃഷ്ടിക്കാതിരുന്ന, അതായത് ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ആദ്യം ഉണ്ടാക്കിയത് ജ്ഞാനത്തെയാണ്. അതായത് എൻ്റെ ഭാഷയിൽ ഞാൻ പറയും ശാസ്ത്രത്തെയാണ്. അപ്പം ഞാൻ അടുത്ത 23ാം വാക്യത്തിലേക്ക് വായിക്കുകയാണ്. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ, പർവ്വതങ്ങളെ സ്ഥാപിച്ചതിന് മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിൻ്റെ പൊടിയുടെ തുകയെയും തന്നെ ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിൻ്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിൻ്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവൻ്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിരിട്ട വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇടപെടാതെ അവൻ്റെ മുമ്പിൽ വിനോദിച്ചും കൊണ്ട് ദിനം പ്രതി അവൻ്റെ പ്രമോദമായിരുന്നു. അവൻ്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്നു. എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെയായിരുന്നു. ആകയാൽ മക്കളെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ, എൻ്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ഇത് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ സദൃശ്യവാക്യങ്ങൾ 8ാം അധ്യായം അതിനകത്ത് എഴുതിയിരിക്കുന്നത് ജ്ഞാനമായവളെ കുറിച്ചാണ്. അതായത് ദൈവം സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം സൃഷ്ടിച്ചത് ജ്ഞാനത്തെയാണ്. എൻ്റെ ഭാഷയിൽ, നമ്മുടെ ഭാഷയിൽ ഞാൻ പറയും ശാസ്ത്രത്തെയാണ് ദൈവം ആദ്യം സൃഷ്ടിച്ചത്. അതായത് മനുഷ്യൻ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ താഴെ വീഴും, ഭൂഗുരുത്വാകർഷണം കാരണം താഴോട്ട് വീഴുമെന്ന നിയമം ഉണ്ടാക്കിയത് ദൈവമാണ്. എന്നാൽ ബഹിരാകാശത്ത് ചെന്ന് കഴിഞ്ഞാൽ എങ്ങും വീഴത്തില്ല, പറന്നു കിടക്കുമെന്ന് നിയമം ഉണ്ടാക്കിയതും ദൈവം തന്നെയാണ്. അങ്ങനെ എല്ലാ നിയമങ്ങളും മനുഷ്യൻ്റെ ശരീരം എങ്ങനെ ഓടും, അതിനകത്ത് എന്തൊക്കെയുണ്ട്, എങ്ങനെ വേദനയുണ്ടാകും, എങ്ങനെ കരഞ്ഞാൽ വിടുതൽ ലഭിക്കും, എന്തെല്ലാം കോടാനുകോടി കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ഉള്ളങ്കാൽ മുതൽ മുടി വരെ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ദൈവം നിയമത്തെ ഉണ്ടാക്കിയ ശേഷം, നിയമങ്ങളെ ഉണ്ടാക്കി ദൈവം ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിക്കാനിടയായി. അതായത് അതിരുകളില്ലാതെ ഇപ്പോൾ കിടക്കുന്ന, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിരുകളില്ലാത്ത എന്നാൽ അതിരുകളുള്ള ഒരു പ്രപഞ്ചത്തെ സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ ജ്ഞാനം കൊണ്ടാണ്. ഇതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ദൈവം ഉണ്ടാക്കിയ ശാസ്ത്രം എന്ന് പറയുന്നത് അതിൻ്റെ 0.0000001% പോലും മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത്രയൊക്കെ അറിയാവൂ. ഇന്നും വലിയൊരു ശതമാനം രോഗങ്ങൾക്ക് മരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ ചെറിയ ശതമാനത്തിന് മരുന്നുള്ളൂ. കോമൺ ആയിട്ടുള്ള ചില പനി, ചിലതിനൊക്കെ ലക്ഷണങ്ങളെ മാത്രമേ അവർ ചികിത്സിക്കുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായും ശാസ്ത്രം വളർന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പ് തന്നെയാണ്. അത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധി മനുഷ്യന് കൊടുത്തത് ദൈവം തന്നെയാണ്. സ്കൂളിലും കോളേജിലും പഠിക്കാത്ത പക്ഷികൾക്ക് കൂടുണ്ടാക്കാനുള്ള ബുദ്ധി കൊടുത്തതും സ്കൂളിൽ പോകാതെ അവരെ പരിപാലിക്കുന്ന ഒരു സർവശക്തനാണ്. അങ്ങനെ എല്ലാ ജീവികൾക്കും അവരവരുടെ ജീവിതത്തിനനുസരിച്ച് ശാസ്ത്രം അറിയാതെ തന്നെ അവർക്ക് അറിയാൻ കഴിവ് കൊടുത്ത ദൈവമാണ്.
മനുഷ്യന് ഇത്രയൊക്കെ ബുദ്ധിയുണ്ടെങ്കിലും ഭൂകമ്പം വരുന്നതിന് മുമ്പൊന്നും മനുഷ്യന് അറിയാൻ പറ്റുന്നില്ല. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിച്ചർ സ്കെയിലൊക്കെ പറയാൻ അറിയാം, പക്ഷെ വരുന്നതിന് മുമ്പ് അറിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ മൃഗങ്ങളൊക്കെ ആ സമയമാകുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ ഓടുകയും ബഹളം ഉണ്ടാക്കുകയും അവർക്കറിയാം. ഒരു ശാസ്ത്രം പഠിച്ചിട്ടില്ല, ദൈവം അവർക്ക് അതിനുള്ള ജ്ഞാനം കൊടുത്തു. മനുഷ്യനതില്ല. മനുഷ്യന് പ്രകൃതിയെ നോക്കിയാലേ അതൊക്കെ മനസ്സിലാവുള്ളൂ. പ്രശ്നങ്ങൾ വരുന്നെന്ന് മൃഗങ്ങളെ നോക്കിയാൽ, നമ്മുടെ വീട്ടിലെ മൃഗങ്ങളെയൊക്കെ നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറുവാനായിട്ട് സാധ്യതയുണ്ട്. അപകടങ്ങളും അനർത്ഥങ്ങളും വരുമ്പോൾ അതിനെയൊക്കെ നമ്മളെക്കാൾ വേഗം അതിന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മനുഷ്യനെന്താ പ്രത്യേകത? മനുഷ്യന് അവൻ വളരും തോറും പുരോഗമിക്കും തോറും അവനാവശ്യമായ ദൈവിക നിയമങ്ങളെ ദൈവം അവന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ചില വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കുന്നു. 2, ഇന്നും ഭൂമിയിൽ മനുഷ്യനറിയാത്ത കോടാനുകോടി കാര്യങ്ങളുണ്ട്. ശാസ്ത്രമൊക്കെ ഇപ്പം കണ്ടുപിടിച്ച് കുറെ കൂടെ ഒക്കെ അഡ്വാൻസ് ആയപ്പോഴാണ് മനസ്സിലായത് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യമുണ്ട്. ഇരുണ്ട എനർജി, അതായത് ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ. പ്രപഞ്ചത്തിലെ മുഴുവൻ മാറ്ററിൻ്റെയും 5-10% പോലും ശരിക്കും ഈ 5% ഉള്ളൂ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മാറ്ററും കൂടെ എടുത്താൽ. അതായത് നക്ഷത്രങ്ങളും കാര്യങ്ങളും സകലതും, നമ്മുടെ ഗ്യാസുകളും, അതായത് ഭൗതികമായ സകലതും എടുത്താലും അതെല്ലാം കൂടെ 5%-10% വരുള്ളൂ. ബാക്കി വരുന്ന 90-95% മുഴുവൻ ഡാർക്ക് മാറ്ററാണ്. അതെന്തോണെന്ന് ശാസ്ത്രത്തിന് അറിയാം. അതുകൊണ്ട് എന്തോ സംഭവം എന്നറിയത്തില്ല, പക്ഷെ എന്തോ ഉണ്ട്. ആ 95% കൂടുതലുള്ളത്. അതെന്താണെന്ന് കാണാനും പറ്റുന്നില്ല, അറിയാനും പറ്റുന്നില്ല. ശാസ്ത്രം അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ഡാർക്ക് എനർജി, മനുഷ്യന് ഇന്ന് വരെ തിരിച്ചറിയാൻ പറ്റാത്ത എന്തോ ഒരു എനർജി അവിടെയുണ്ട്. അത് മനുഷ്യൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുമ്പോൾ ഒന്നും മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നെയും ബാക്കി വരും. ഈ സർവശക്തനായ ദൈവം ഉണ്ടാക്കിയ നിയമത്തിൻ്റെ 0.0000001% ഏതാണ്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് മനുഷ്യൻ്റെ നടപ്പവും ഭാവവും കണ്ടു കഴിഞ്ഞാൽ ദൈവത്തെക്കാൾ വലിയവനായി എന്ന് തോന്നുന്ന ആ രീതിയെ കാണുമ്പോൾ, പ്രത്യേകിച്ച് നിരീശ്വരവാദികളെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും, പുച്ഛവും തോന്നും. കാരണം പാവങ്ങൾ, ഇതുങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ എന്നോർത്തൊരു സങ്കടം. ആ ജീവൻ്റെ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ ഒരിക്കൽ നിരീശ്വരവാദിയായിരുന്നു എനിക്കും കാണുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ശാസ്ത്രം തീർച്ചയായിട്ടും ഉണ്ട്. ശാസ്ത്രം അനുസരിച്ചേ കാര്യങ്ങൾ പോവുകയുള്ളൂ. എന്നാൽ എല്ലാ ശാസ്ത്രവും ശരിയാണോ? ഒരിക്കലുമല്ല. എല്ലാ ശാസ്ത്രങ്ങളും ശരിയല്ല. ഇന്ന് വരെ പഠിപ്പിച്ചതിൽ ഏറ്റവും ആളുകൾ വിശ്വസിക്കുകയും എന്നാൽ വെറും കള്ളമായിരിക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രമാണ് ചാൾസ് ഡാർവിൻ്റെ പരിണാമശാസ്ത്രം. ഞാൻ അതിനെക്കുറിച്ച് ഒരു പുസ്തകമെന്ന് പറയാൻ വയ്യില്ല, വേറെ ആൾ എഴുതിയ പുസ്തകവും പിന്നെ എനിക്ക് ദൈവം തന്ന ചില ആലോചനകളും കൂടി ചേർത്ത് ഒരു ചെറിയൊരു പുസ്തകം ഞാൻ എഴുതി. അത് ആമസോണിൽ ഇട്ടിട്ടുണ്ട്. എവല്യൂഷൻ ഓർ ക്രിയേഷൻ എന്ന പേരിൽ. അതിൻ്റെ മെയിൻ ആശയങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് പ്രൊഫസർ ചീനോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദൈവദാസനിൽ കൂടെയാണ്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്നുകൂടെ പറയാം. ആ പുസ്തകവും നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും. വിശദമായി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം. എൻ്റെ കുറച്ച് ആശയങ്ങളും കൂടെ അതിനകത്ത് ഞാൻ കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് വായിക്കും മനസ്സിലാകും. ശരിക്കും പറഞ്ഞാൽ ലോകമഹാവിഡ്ഢിത്തരമാണ് ഇന്ന് വരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്, വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ വിശ്വസിച്ച പലരും ഇന്ന് തീക്കകത്ത് കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഇനി ഒരിക്കലും ആർക്കും രക്ഷിക്കുവാനായിട്ട് കഴിയത്തില്ല. അതൊക്കെ ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. ഒരു പൊട്ട മനുഷ്യൻ, പിശാച് ബാധിച്ച ഒരു മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ പേരിൽ കള്ളത്തരങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് മനുഷ്യനെ വിഡ്ഢിയാക്കി നരകത്തിലെ വിറകാക്കി മാറ്റുവാനായിട്ടിടയായി. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങളെ പിശാച് ശാസ്ത്രമെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടുപിടിച്ച ചില കാര്യങ്ങളൊന്നും വെച്ച് നിങ്ങളെ നശിപ്പിച്ച് കളയാതെ ഈ ശാസ്ത്രം നിർമ്മിച്ച ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയണം.
സത്യത്തെ നിങ്ങൾ തിരിച്ചറിയണം, സത്യത്തെ നിങ്ങൾ അനുസരിക്കണം. എന്നാൽ സത്യം നിങ്ങളെ വിടുവിക്കും. അല്ലാതെ വ്യാജമായ ചില കണ്ടുപിടുത്തങ്ങളല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. പല ശാസ്ത്ര നിയമങ്ങളും ഒരു ശാസ്ത്രജ്ഞൻ തെളിവായിട്ട് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സമർത്ഥിച്ച പല കാര്യങ്ങളും അത് അടുത്തു വരുന്ന ജനറേഷനിലെ ശാസ്ത്രജ്ഞന്മാർ കള്ളമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇന്നും അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഐൻസ്റ്റൈൻ്റെ E=mc² ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു ശാസ്ത്രജ്ഞൻ, സുദർശൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഐൻസ്റ്റൈനോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കാം ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മനുഷ്യനുണ്ടാക്കുന്ന ശാസ്ത്രം ദൈവമുണ്ടാക്കിയ ശാസ്ത്രം, മനുഷ്യനുണ്ടാക്കിയ കപടശാസ്ത്രങ്ങളെല്ലാം തകർന്നു പോകുമ്പോൾ ദൈവം ഉണ്ടാക്കിയ ശാസ്ത്രങ്ങൾ നിലനിൽക്കും. എന്നാൽ ഈ ശാസ്ത്രങ്ങളെ മാറ്റാൻ ദൈവത്തിന് ഒരു പ്രയാസമില്ല. നിങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചാൽ ദൈവം ശാസ്ത്രത്തെ ഒരുപാട് പ്രാവശ്യം മാറ്റി. ഞാനൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഉണ്ടാക്കിയ ആ ശാസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. ദൈവം മനുഷ്യനെ ഭൂമിയിൽ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഉൽപ്പത്തി മുതലുള്ളതാണ്, ഞാനെല്ലാം വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. മനുഷ്യന് മരണമില്ലായിരുന്നു, മനുഷ്യൻ മരിക്കത്തില്ലായിരുന്നു. 2, മനുഷ്യന് വസ്ത്രത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമ്മുടെ ട്യൂബ് ലൈറ്റൊക്കെ തിളങ്ങുന്ന പോലെ ശരീരത്തിൽ നിന്ന് ലൈറ്റ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് തിളങ്ങുന്ന ഒരു ശരീരമായിരുന്നു മനുഷ്യനുണ്ടായിരുന്നത്. മനുഷ്യന് രോഗമില്ലായിരുന്നു. ഭൂമിയിൽ ഒരിക്കലും മഴ പെയ്യത്തില്ലായിരുന്നു. നോഹയുടെ കാലം വരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. അന്ന് വരെ ഭൂമിയുടെ അടിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങിയാണ് ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നത്. 2, ഭൂമിയുടെ മുകളിൽ ഭൂമിയെ ചുറ്റി വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളമെല്ലാം കൂടെ ഭൂമിയിലേക്ക് വീണിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അത് കാരണം അന്നത്തെ കാലത്ത് അൾട്രാവയലറ്റ് റേസ് ഒന്നും ഇതുപോലെ ദോഷകരമായ ഒന്നും വരത്തില്ല. 2, ചൂട് കടന്നു വന്ന് കാലാവസ്ഥ അതികഠിനമായ ചൂടും അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അതുകൊണ്ടുണ്ടായിരുന്നു. അതുപോലെ ഭൂമിയിൽ ഈ പാഴ്ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം മനുഷ്യനാവശ്യമായ ഫലവൃക്ഷങ്ങളും വയലിലെ ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും വയലിലെ ചെടിയല്ല കഴിക്കുന്ന മനുഷ്യൻ ആദ്യം കഴിച്ചിരുന്നത് ഫലങ്ങളായിരുന്നു. മനുഷ്യൻ പാപം ചെയ്യുന്നവരെ, അതുപോലെ മൃഗങ്ങളും മനുഷ്യരും നോഹയുടെ കാലം വരെ അവരെല്ലാം സസ്യഭുക്കുകളായിരുന്നു. അവരാരും മാംസം കഴിക്കുന്നവരായില്ല. ഇന്നത്തെ കാണുന്ന സിംഹവും കടുവയും കരടിയും കാണുന്ന എല്ലാ ജീവജന്തുക്കളും അതെല്ലാം സസ്യം മാത്രം ഭക്ഷിക്കുന്നവയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് മനുഷ്യൻ പാപം ചെയ്തു. അത് ഉൽപ്പത്തി 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപം ചെയ്ത മനുഷ്യൻ ശപിക്കപ്പെടുന്നതായിട്ട് കാണാം. അതിനുശേഷം സ്ത്രീ വേദനയോടെ പ്രസവിക്കുമെന്നുള്ള ശാപം, മനുഷ്യൻ പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ടു പൊടിയിലേക്ക് തിരിച്ചു വരും, അതായത് മരണം കടന്നു വന്ന ശാപം, രോഗബാധിതമായ ശാപം, ദൈവത്തിൻ്റെ തേജസ് വിട്ട് വെറും മൺമയമായി ഇന്ന് കാണുന്ന പോലെ ആയിത്തീർന്ന ശാപം. അങ്ങനെ ഭൂമിയിൽ നമുക്കിഷ്ടമല്ലാത്ത ചെടികളും പാഴ്ചെടികളും മുള്ളുചെടികളും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആവശ്യമില്ലാത്ത ചെടികളെല്ലാം കിളുത്തു വരുവാൻ തുടങ്ങി. അതുപോലെ എനിക്ക് തോന്നുന്നു കൊതു ഉൾപ്പെടെയും മൂട്ടയൊക്കെ ഉൾപ്പെടെയുള്ള ജീവജന്തുക്കളൊക്കെ അതിനുശേഷം ഉണ്ടായവയാണ്. അങ്ങനെ ഒരു 2-ാം ഘട്ടത്തിലേക്ക് മനുഷ്യൻ കടന്നു. അന്നും മനുഷ്യൻ സസ്യബുക്കായിട്ട് തന്നെ തുടർന്നു. പിന്നെയും മഴ പെയ്തിട്ടില്ല. എന്നാൽ നോഹയുടെ കാലത്താണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറിയത്. അത് മുതൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും മാറ്റമുണ്ടായി. അവരുടെ സ്വഭാവം മാറി. പരസ്പരം കൊഞ്ചുവാനും തിന്നുവാനും തക്കവണ്ണം അതിൻ്റെ ഭാവഭേദങ്ങളുണ്ടായി. ക്രൂര മൃഗങ്ങളുണ്ടായി. മനുഷ്യനും വീണ്ടും അവയൊക്കെ കൊന്ന് തിന്നത്തക്ക രീതിയിലേക്ക് അധപ്പതിച്ചു. അങ്ങനെ മനുഷ്യൻ്റെ ആയുസ് 1000 വർഷമായിരുന്നു. ആദ്യം മരണമില്ലായിരുന്നു. 2
നോഹയുടെ കാലം വരെയൊക്കെ ഏകദേശം 1000 വർഷം അടുത്ത് ജീവിക്കുമായിരുന്നു. എന്നാൽ നോഹയുടെ കാലശേഷം അത് 120 വർഷത്തിലേക്ക് മാറും എന്ന് ദൈവം പറഞ്ഞനുസരിച്ച് ഇപ്പോൾ മാക്സിമം ആയുസ് മനുഷ്യൻ്റെ 120 വയസ്സാണ്. അങ്ങനെ സയൻസിനെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ദൈവത്തിന് സയൻസിനെ മാറ്റാനൊന്നും വലിയ പാടൊന്നുമില്ല. ഈ സയൻസൊക്കെ അവിടെ കിടക്കും. യേശു വെള്ളത്തിന് മുകളിൽ നടന്നില്ലേ, മനുഷ്യന് നടക്കാൻ പറ്റുമോ? മരിച്ചവരെ ഉയർപ്പിക്കാൻ ശാസ്ത്രത്തിന് പറ്റുമോ? യേശു മരിച്ചവരെ ഉയർപ്പിച്ചില്ലേ? യേശു മാത്രമല്ല, യേശുവിൽ വിശ്വസിച്ചവരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഡോക്ടർമാർ തള്ളിക്കളഞ്ഞ ക്യാൻസർ രോഗികളും ഒക്കെ എത്രയോ പേര് സൗഖ്യമായത് എനിക്കറിയാം. നേരിട്ടറിയാവുന്ന ഒരുപാട് കേസുകളുണ്ട്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് വിശ്വാസികൾ ഇങ്ങനെയാണ്. അവർ പല മതങ്ങളിൽ നിന്നും സഭകളിൽ നിന്നുമൊക്കെ വിശ്വാസി വന്നത് ദൈവം അവരെ വിടുവിച്ചതുകൊണ്ടാണ്. അങ്ങനെ അത്ഭുത സൗഖ്യമുള്ള അത്ഭുതങ്ങൾ, അതായത് ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ നേരിട്ട് ഞങ്ങളെ കണ്ടിട്ടുണ്ട്. ഒരു ശാസ്ത്രജ്ഞനും ഒരു ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒരു കടലിനെ രണ്ടായിട്ട് വിഭജിക്കാൻ പറ്റും. അത് ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. കാരണം അത് ദൈവത്തിൻ്റെ നിയമത്തെ മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ബാക്കി ആരും ശ്രമിച്ചാലും അത് നടക്കത്തില്ല. പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ ഫോഴ്സിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു യോശുവ പറഞ്ഞതോടെ ദൈവം ഒരു പ്രപഞ്ചത്തെ ഒരു ദിവസത്തേക്ക് നിർത്തിയിട്ടിരുന്നു. ഒന്നും താഴെ വീണില്ല. സെൻട്രിപെട്രലും ഇല്ല, സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഒന്നുമില്ല, ഒന്നും വീണില്ല. അവിടെ നിർത്തി ദൈവം. യെശയ്യാവ് 40 വായിച്ചാൽ അവൻ നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നു, അവൻ സൈന്യത്തിൽ ക്രമമായി എന്നെ നടത്തുന്നു ഒക്കെ വായിക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സമയം പോകും. അപ്പോൾ ദൈവത്തിന് എപ്പം വേണമെങ്കിലും നിയമത്തെ മാറ്റാം. ഇനിയും ദൈവം നിയമത്തെ മാറ്റാൻ പോവുകയാണ്. ഇനി 1000 ആണ്ട് സംവത്സരം വരുമ്പോൾ വീണ്ടും മരണം പോവും. മൃഗങ്ങളെല്ലാം മനുഷ്യനും എല്ലാം സസ്യഭുക്കുകളായിട്ട് മാറും. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലത്തില്ല. സിംഹവും മനുഷ്യനും ഒരുമിച്ച് നടക്കും, കളിക്കും. പാമ്പും കുട്ടിയും ഒരുമിച്ച് കളിക്കും. പശുവിൻ്റെ കൂടെ സിംഹം പുല്ല് തിന്നും. എല്ലാം നടക്കാൻ പോവുകയാണ്. വീണ്ടും നിയമത്തെ ദൈവം മാറ്റാൻ പോവുകയാണ്. ആ ഒരു കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ വിശുദ്ധന്മാർ മാത്രമേ അവിടെ പ്രവേശിക്കുകയുള്ളൂ. ബാക്കി ആരും ആ സമയത്ത് അവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിയമം അത് കഴിഞ്ഞ് പിന്നെ ദൈവം നിയമം മാറ്റും. ഈ ഭൂമിയെ മാറ്റും, പുതിയ ഭൂമിയെ കൊണ്ടുവരും. ആ ഭൂമിയിൽ പിന്നെ സൂര്യനില്ല. പിന്നെ അവിടെ വെളിച്ചം ദൈവത്തിൻ്റെയാണ്. സൂര്യനില്ലാതെ ദൈവം നേരിട്ട് വെളിച്ചം തരുന്ന, അതായത് കോടാനുകോടി സൂര്യന്മാരെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വെളിച്ചം നേരിട്ട് ദൈവം നമുക്ക് തന്നുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മളെ നിലനിർത്തും. രാത്രിയില്ല. പിന്നെ ദൈവത്തിൻ്റെ പ്രകാശം വന്നുകൊണ്ടിരുന്ന രാത്രി എങ്ങനെ ഉണ്ടാവും? രാത്രി ഉണ്ടാകാനാണ് ദൈവം സൂര്യനെയും നക്ഷത്രങ്ങളെയൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ അത് ദൈവം മാറ്റി. എന്നിട്ട് ദൈവം തൻ്റെ വെളിച്ചം കൊടുക്കും. ഇനി ഒരുപാട് ശാസ്ത്രങ്ങളെ ദൈവം മാറ്റും. പക്ഷേ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ശാസ്ത്രത്തെ അനുസരിക്കണം. ശാസ്ത്രത്തെ വെല്ലുവിളിക്കരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശാസ്ത്രം ദൈവമാണ് ഉണ്ടാക്കിയത്. ഈ ഭൂമിയിൽ കാണുന്ന ശാസ്ത്രം ദൈവം ഉണ്ടാക്കിയതായതുകൊണ്ട് അതിനെ നമ്മൾ വെല്ലുവിളിച്ചതിനെതിരെ പോയാൽ നമ്മൾ തീർച്ചയായും നമുക്ക് മരണം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ രോഗബാധ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടാകും. ഞങ്ങളൊക്കെ ഒരുപാട് ഉപവസിക്കുന്നവരാണ്. വല്ലപ്പോഴുമൊക്കെ ആഹാരം കഴിക്കും. പക്ഷേ അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്ന് പറയില്ല. പലപ്പോഴും ആസിഡിറ്റിയും അൾസറും ഒക്കെ ഉണ്ടാകുന്നത് ദൈവാസന്മാർക്കാണ്. എന്തുകൊണ്ടെന്നാൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ രാത്രിയിലൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു അറ്റാക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. കാരണം ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ വേലയെ ദൈവത്തിൻ്റെ നിയമത്തെയാണ് നമ്മൾ ലംഘിക്കുന്നത്. അങ്ങനെ പലരും രോഗികളാകാറുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും പ്രതിവിധി നമ്മൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. എപ്പഫ്രാദിത്തോസ് എന്നുള്ള ഒരു ദൈവാസനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ വേല നിമിത്തം അവൻ മരണത്തോളായിപ്പോയെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വേല ദൈവിക നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ചെയ്താൽ ഒരുപക്ഷെ ആയേക്കാം. എന്നാൽ മോശെ 40, 80 ദിവസം വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ ഇരുന്നിട്ട് മരിച്ചില്ല. കൂടുതൽ തേജസ് പ്രാപിച്ചതേ. യേശു
വെള്ളം കുടിക്കാതെയും ആഹാരം കഴിക്കാതെയും 40 ദിവസം ഇരുന്ന് മരിച്ചില്ല, കൂടുതൽ തേജസ് പ്രാപിച്ചതേ ഉള്ളൂ. ദൈവത്തിന് നിയമങ്ങളെ മാറ്റുവാനായിട്ട് കഴിയും. ഇന്ന് കാണുന്ന ശാസ്ത്രത്തെ നമ്മൾ അനുസരിക്കണം, തീർച്ചയായിട്ടും അനുസരിക്കണം. അത് നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനയാണ് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ അനുസരിക്കണം. മോളിൽ നിന്നെടുത്ത് ചാടരുത്, കാലൊടിയും മരിക്കും. വെള്ളത്തിന് മുകളിൽ നടക്കാൻ കർത്താവ് പറയാതെ നോക്കരുത്, ഉറപ്പായിട്ട് മുങ്ങിപ്പോവും, മരിക്കും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനയാണ് ലംഘിക്കുന്നത്. നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ ദൈവം നമ്മളെ നടത്തും, തീർച്ചയായിട്ടും നടത്തും. വിശ്വസിക്കുന്നതിന് സകലവും കഴിയുമെന്ന് നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ശാസ്ത്രം അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ശാസ്ത്രത്തെ ഉണ്ടാക്കുകയും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്യും. മനുഷ്യനെ ഇന്ന് അതിൻ്റെ കോടാനുകോടിയിൽ ഒന്നുപോലും ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനിയും കണ്ടുപിടിക്കാൻ കോടാനുകോടി ബാക്കി കിടക്കുന്നു. കാരണം ഇതൊരു സർവ്വജ്ഞാനിയായ ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. ഇനി മുഴുവൻ പ്രപഞ്ചം നിയന്ത്രിക്കാൻ എത്രയോ നിയമങ്ങൾ വേറെ കാണും. നമുക്ക് നമ്മുടെ ഭൂമിയും അതിൻ്റെ പരിസരവും പിന്നെ കുറേ നക്ഷത്രങ്ങളും ഒക്കെ അറിയാവുള്ളൂ. എന്നാൽ പ്രപഞ്ചത്തിൽ എത്ര ആറ്റം ഉണ്ടെന്ന് വരെ എണ്ണി വെച്ചിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. ഒരിക്കൽ ആ ദൈവത്തെ ഞാൻ നേരിൽ കാണുകയും ആ കർത്താവിൻ്റെ മാറോട് ചേർന്നിരിക്കുകയും ചെയ്യാൻ ഒരു ഭാഗ്യം ദൈവം എനിക്ക് ഭാവിയിൽ വെച്ചിട്ടുള്ളതെന്നോർത്ത് ഞാൻ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ശാസ്ത്രമെന്ന് പറഞ്ഞ് പിശാച് നിങ്ങളെ ബന്ധിക്കരുത്, നിങ്ങളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകരുത്. നിങ്ങൾ ശാസ്ത്രത്തിൽ മാത്രമല്ല, ശാസ്ത്രമുണ്ടാക്കിയവനെയും നിങ്ങൾ ബഹുമാനിക്കണം. എന്നാൽ ഒരു സമയം ഈ കാണുന്ന ശാസ്ത്രത്തെ തോൽപ്പിച്ചുകൊണ്ട് മറ്റൊരു നിത്യതയുടെ ശാസ്ത്രത്തിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തും. പിന്നെ മരണമുണ്ടാകുകയില്ല, ദുഃഖമുണ്ടാകുകയില്ല, കരച്ചിലുണ്ടാകുകയില്ല, എന്നുമെന്നും ആനന്ദവും സന്തോഷവും മാത്രം. ആ ഒരു കാലത്തിലേക്ക് ദൈവം നമ്മളെ നടത്താൻ പോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.